ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് പോണ്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് നമ്മൾ മുഹമ്മദിൻ്റെ കുഞ്ഞോളുമ്മാൻ്റെ വീട്ടിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മളെ വീട്ടിലല്ല. അപ്പോൾ ഈ ഒരു മീൻകുളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ മുഹമ്മദ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നേ ഇല്ല. അപ്പോൾ മുഹമ്മദ് പറയും എനിക്കും വേണം, എനിക്കിത് മീൻകുളം വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്യണം, അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞോളുമ്മാൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമുക്കിതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ സ്ഥലമൊക്കെ റെഡിയാക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് നമ്മുടെ എംസാൻഡും സിമൻറ്റും കൂടി ഒരു പുട്ടിൻ്റെ ഒക്കെ ഒരു പരുവത്തിലുള്ള ടെക്സ്ചറിലിട്ടാൽ ഒരുപാട് വെള്ളം കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉരുളാക്കി എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് ഉരുളകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെടി വെക്കാം, അങ്ങനെ അരിവിലായിട്ട് മണി പ്ലാന്റും വെക്കാം, അങ്ങനെയൊക്കെ ഒരു പ്ലാനിലാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതാ ഇങ്ങനെ ഓരോ ഉരുളകൾ ഇങ്ങനെ വെച്ച് പോവുക കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളെല്ലാവരും കൂടിയാണെങ്കിൽ ഉരുളകൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഉരുളകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പൊക്കെ ആയി പിറ്റേ ദിവസം നമ്മൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ സിമെൻറ്റ് മാത്രം കലക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇങ്ങനെ സിമെൻറ്റ് കലക്കിയിട്ട് ചുറ്റിലും ഒഴിച്ച് കൊടുക്കുന്നത്, ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അടിഭാഗം നമ്മൾ നല്ല കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ലീക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സൈഡും എല്ലാം നല്ല സിമെൻറ്റ് മാത്രം കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മൂലകളും നല്ലോണം ശ്രദ്ധിക്കുക, അവിടെ ഒന്നും എന്ത് ചെയ്യരുത്, ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. കാണാനും നല്ല രസമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദിനാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോരാൻ തന്നെ ഇഷ്ടമില്ല. ഇനി അതിൽ മീനും കൂടി ആക്കി കഴിഞ്ഞാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളം നനച്ചിട്ട് ചുറ്റിലും വെള്ളമൊക്കെ നനച്ച്, പറ്റുന്നുണ്ടെങ്കിൽ 2 ദിവസം നല്ല വെള്ളം നനച്ച് വെള്ളം നിറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. വൈറ്റ് സിമെൻറ്റും കൂടി ചെല്ലുമ്പോൾ പിന്നെ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല, നല്ല ഉറപ്പും കിട്ടുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് എന്ത് കളറ്, നീല കളറിലൊക്കെ പെയിൻറ്റിങ് വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ പെയിൻറ്റ് ഇല്ലെങ്കിൽ നമ്മളത് ഈച്ചൊക്കെ പിടിച്ചിട്ട് അതൊക്കെ നല്ല പച്ചപ്പുല്ലും അങ്ങനെയൊക്കെ ഇടുമ്പോൾ അതൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കണം എന്നുള്ളത് നമ്മളെ ഓപ്ഷനാണ്. വേണമെങ്കിൽ ചെയ്യാം, ഭംഗി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ബ്ലൂ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മുഹമ്മദ് ഇതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവന് അതേപോലുള്ളത് അവൻ്റെ വീട്ടിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കരയാട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനുകളൊക്കെ. ഇത് നമ്മൾ ഇത്താൻ്റെ വീട്ടിലുള്ള ചെടികളാട്ടോ. അവിടെ ചെറുതായിട്ടൊക്കെ ഒരു കുഞ്ഞ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ ഇൻഡോറായിട്ട് അധികം സൺലൈറ്റ് കിട്ടാണ്ട് ആവശ്യമില്ലാത്ത ചെടികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സീറ്റിട്ടൊരു ഭാഗമായതുകൊണ്ട് തന്നെ സൺലൈറ്റ് അധികം കണ്ട് എത്താത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ചെടികളൊക്കെ നല്ല ഗ്രീനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ലോണം സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ചെടികളൊക്കെ ചിലതൊക്കെ കരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്. ഇവിടെ നല്ല പച്ചപ്പ് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് അധികം വെയിൽ ദിക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ വേറൊരു മീൻകുളം ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാട്ടോ. അങ്ങനെ വിത്തിൻ്റെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ചെടിച്ചട്ടിയുടെ അതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ ഹോൾസ് ഇടാതാക്കിയിട്ട് അതിൽ മീൻകുളം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി ഇതിലുള്ള മീനുകളൊക്കെ അതിലേക്ക് മാറ്റുകയും വേണം. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അധികം ഒരുപാടൊന്നുമില്ല കേട്ടോ, നമ്മളെ വീട്ടിലത്തെ പോലെ കുറച്ച് കൂടുതലൊന്നുമില്ല ഉള്ളത്. കുറച്ച് സൺലൈറ്റ് അധികം കിട്ടാത്ത ചെടികളൊക്കെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ചട്ടികളൊക്കെ അവരുണ്ടാക്കിയെടുത്ത് തന്നെയാണ്, വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്.
ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെയൊക്കെ ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച് അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് വെള്ളം നിർത്തിയിട്ട് അത് നല്ലോണം കുറച്ച് സമയം ഇച്ച് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു 1 വീക്കെങ്കിലും നമ്മൾ ടൈം കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യരുത്, അത് അടിച്ച് അതൊക്കെ വെള്ളം നിറച്ചൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, മീനാക്കി കഴിഞ്ഞാൽ മീനുകളൊക്കെ ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളം 2-3 പ്രാവശ്യം വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിലെന്തെങ്കിലും കെമിക്കൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് മീനിനാക്കാം കേട്ടോ. 2-3 ദിവസം എന്തായാലും വെള്ളം നിറച്ചിടാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ടിൽ ഇങ്ങനെ ബ്ലൂ കളറൊക്കെ അടിച്ച് ഒക്കെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അവിടെ പെയിൻറ്റൊക്കെ അടിച്ചപ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട്. ഇനി മീൻ വാങ്ങിച്ചിട്ട് വേണം. നമ്മുടെ വീട്ടിൽ ആദ്യം ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു മീൻകുളമുണ്ട്, അതിൽ നിന്ന് മാറ്റണം ഇങ്ങോട്ട്. ആദ്യം ഒരുപാട് മീനും ഒരുപാട് വലിയ മീൻകുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചൊക്കെ എടുത്തപ്പോൾ വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ മീൻകുളം കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ മീൻകുളം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, മീനിനൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു വല ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗം കവർ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ നാട്ടിൻപുറത്തൊക്കെ കൂടുതലായിട്ട് തവളകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ മീനിനൊക്കെ തിന്നാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീൻകുളത്തിലൊക്കെ അങ്ങനെ ഒരുപാട് തവളയൊക്കെ വന്നിട്ട് ഫുള്ള് മീനിനൊക്കെ തിന്നുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വല ഉപയോഗിച്ചിട്ട് എപ്പോഴും കവർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കുട്ടികളൊന്നും ഫുഡ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നമ്മളൊരു സമയം വെച്ചിട്ട് എന്നും ഒരുപാട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മീനുകൾ എന്ത് ചെയ്യും, ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ കൂടുതലും മൊയ്ന അങ്ങനത്തെ ഫുഡൊക്കെ ആട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ എപ്പോഴും കൊണ്ടുപോയിട്ട് മീനിന് തീറ്റിട്ട് കൊടുക്കുന്ന ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യും, മീനുകളൊക്കെ എന്ത് ചെയ്യും, ഗ്രോത്ത് ഒന്നും ഇല്ലാതെ ചാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, ഒരു ആഴ്ചയെങ്കിലും ഇങ്ങനെ വെള്ളം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് മീനിനെ നമുക്ക് ധൈര്യത്തിൽ ഇടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മീനുകൾ ചാവും, അങ്ങനെയൊക്കെ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റിലും മെറ്റലൊക്കെ ഇട്ട് നല്ലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് മുഹമ്മദും ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ മീൻകുളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലത്തെ വേസ്റ്റ് ഇടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. കാരണം നമുക്ക് മാറ്റാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെറിയൊരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ മീൻകുളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, താത്തി വെച്ചിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള എല്ലാ വേസ്റ്റും നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് കളയാൻ പറ്റും. അങ്ങനെ കളയാതിരിക്കുമ്പോഴാണ് മീൻ ചത്തുപോകുന്നതും അങ്ങനെ വെള്ളം സ്മെല്ലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു വേട്ടോ. നമ്മളതിലത്തെ വേസ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഞങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് വേസ്റ്റൊക്കെ മീൻകുളത്തത് ഒഴിവാക്കിയിരുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആദമിനെയും മുഹമ്മദിനെയും ഒക്കെ മീൻകുളത്തിൽ ഇറക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളമാണ്, ഇപ്പം മീനാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് ഇറക്കി നോക്കിയതാട്ടാ. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് മുഹമ്മദിനെ അങ്ങനെ കളിക്കാൻ. ആദമിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ സിമെൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ മീൻകുളം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് നാച്ചുറൽ പോണ്ട് ആക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ പ്ലാന്റ്സുകളൊക്കെ വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രോ ചെയ്യും കേട്ടോ. കുറച്ച് വാട്ടർ പ്ലാന്റുകളൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി മീൻ ആക്കിയതിന് ശേഷം വാട്ടർ പ്ലാന്റുകളൊക്കെ ഇട്ട് അതൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ, അത് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആ ഒരു ടെക്സ്ചർ നല്ലോണം ശരിയാവണം കേട്ടോ. സിമെൻറ്റ് കുഴച്ചെടുക്കുന്നത് അതിൻ്റെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഉരുളകൾ ആക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക. വെള്ളം ഒരുപാട് ചേർക്കാതെ ആവശ്യത്തിന് ചേർത്തിട്ട് ഉരുളകൾ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ മീനാക്കിയതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളമാക്കിയിട്ട് നമ്മൾ മീനാക്കിയിട്ടുണ്ട്. ഇത് ഗോൾഡ് ഫിഷൊക്കെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. മീനൊക്കെ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലൊരു വല ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനും തവളകളൊക്കെ അറ്റാക്ക് ചെയ്യാതിരിക്കാനും പിന്നെ കുട്ടികളൊക്കെ മീനൊക്കെ എടുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വല നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് രാത്രി എങ്ങനെയുണ്ടെന്ന് കാണാം കേട്ടോ. നമ്മൾ രാത്രിയത്തെ ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് രാത്രി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളെ ഈ കുഞ്ഞു പോണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, അതുപോലെ മീൻ വളർത്തുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് അറിവുകൾ നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരിക്കും. അതൊക്കെ കമൻറ്റ് ചെയ്യാനും മിസ്റ്റേക്കുകളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.